നവകേരള യാത്രയ്ക്കിടെയുണ്ടായ രക്ഷാപ്രവർത്തന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടി വേഗത്തിലാക്കുന്നു. സുരക്ഷാ സേനയിലെ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനായി SIT കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസ് അട്ടിമറിച്ചതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷണ പരിധിയിൽ വന്നേക്കും. അറസ്റ്റ് മുന്നിൽ കണ്ട് പ്രതികൾ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. എന്നാൽ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തത് അവരുടെ ജോലിയാണെന്ന് CPM നേതാവ് EP ജയരാജൻ ന്യായീകരിച്ചു. അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായി സർക്കാരിന് എന്തും ചെയ്യാമെന്നാണ് EP ജയരാജന്റെ പരിഹാസം. അന്ന് ഗവൺമെന്റ് ശരിയായ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ആഭ്യന്തര വകുപ്പ് ശരിയായ നിലയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കുണ്ട്. ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളവർക്ക് അവർക്ക് വേണ്ടി വ്യാഖ്യാനങ്ങൾ നടത്താം. എല്ലാ ഇത്തരം അക്രമ സംഭവങ്ങളെയും ന്യായീകരിക്കാൻ, അക്രമികളെ രക്ഷിക്കാനുമുള്ള ഒരു പുറപ്പാട് തന്നെയാണ് UDF ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രഥമ നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അവർക്ക് അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായി ഇങ്ങനെ ചില സംഭവങ്ങൾ വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും എല്ലാ അതിർത്തികളെയും ലംഘിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രചരണം നടത്താനും ഒക്കെ സാധിച്ചേക്കും. പകപോക്കുന്ന പല നടപടികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. UDF ഭരണകാലഘട്ടത്തിൽ അവർ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്.